ഹായ് കൂട്ടുകാരെ, നിങ്ങളിലേക്ക് ഞാൻ ഓരോ ദിവസവും എത്തിക്കുന്നത് സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്സുകളല്ലേ ഞാൻ നിങ്ങളിലേക്ക് ഓരോ ദിവസവും എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ കുറേയുണ്ട്. ഞാൻ സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കണേ. ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന ഓരോ കമൻസും എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ മരണത്തിന് മുഖാമുഖം കണ്ട് രക്ഷപ്പെട്ടു വന്നോളാണ്. പലപ്പോഴായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൈവം എനിക്ക് ആയുസ്സിട്ടിരിക്കുന്നത് ഇനിയും ജീവിക്കാൻ എനിക്ക് ലൈഫ് ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത് പറയാം. എനിക്ക് ഇപ്പം 33 വയസ്സുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ രണ്ടാമത്തെ മകളുടെ പ്രസവത്തിന് ശേഷമാണ് എനിക്ക് ആരോഗ്യം മോശമാകുന്നതും. അങ്ങനെ എനിക്ക് ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് ഡോക്ടറിനോട് കാര്യം പറഞ്ഞപ്പം അസിഡിറ്റിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് മരുന്ന് തന്നു. അപ്പോഴും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറയുന്നില്ല. എൻ്റെ നെഞ്ചിനകത്ത് എന്തോ ഭാരം ഇരിക്കുന്നത് പോലാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഡോക്ടർ രണ്ടാമത് ചെന്ന സമയത്തും ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് ECG എടുക്കാവുന്ന. ECG എടുത്ത സമയത്താണ് ECGക്ക് അത് ഭയങ്കരമായിട്ട് വേരിയേഷൻ കാണിക്കുന്നത്. ആ വേരിയേഷൻ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ് നേരെ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ JNK ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതായത് ജമ്മു കാശ്മീർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എന്നെ പറഞ്ഞു വിട്ട്. അവിടെ ചെന്ന് എക്കോ ഒക്കെ എടുത്തപ്പോൾ ഇന്നതാണ് പ്രശ്നമെന്ന് കണ്ട്. അപ്പോൾ എൻ്റെ ഹാർട്ടിന് ഓൾറെഡി വീക്കവും വന്നിരിക്കുന്നുണ്ട്. മക്കളെ കണ്ടിട്ട് പറഞ്ഞ് ഇപ്പം ചെയ്യേണ്ട, കുഞ്ഞുങ്ങൾ ചെറുതാണ്, നമുക്കൊരു 3 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഹസ്ബൻഡിന് സ്ഥലമാറ്റം വന്നപ്പോൾ ഞങ്ങൾ നേരെ അരുണാചലിലേക്ക് പോയി. അരുണാചലിൽ വെച്ച് എനിക്ക് ഭയങ്കരമായ ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുകയും ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ എൻ്റെ ബോഡിയിൽ ഹീമോഗ്ലോബിനും വളരെയധികം കുറയാനും ഒക്കെ തുടങ്ങി. അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ഡോക്ടർ പറഞ്ഞ് ഇത് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ദൈവത്തിൻ്റെ ഒരു വിധിയെന്ന് പറയില്ലേ, എനിക്ക് രണ്ടാമത് ഒരു മകളെ തരണമെന്ന് അള്ളാഹുവിൻ്റെ ഒരു വിധിയായിരുന്നു. അത് തന്നിട്ടാണ് എനിക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എനിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുന്നതല്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് എൻ്റെ ഭർത്താവിന് ചണ്ഡീഗഡിലേക്ക് സ്ഥലം മാറ്റം മേടിക്കുകയും ഇവിടെ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പിന്നീട് ചെയ്യാമെന്ന്, അതായത് 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് എനിക്ക് കൊറോണ വരികയും ശരീരത്തെ ഓക്സിജൻ ലെവലൊക്കെ കുറയുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ചെയ്യണം, ഒരാഴ്ചയ്ക്കുള്ളിൽ സർജറി ചെയ്തേ പറ്റൂ, വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം എൻ്റെ ഹാർട്ടിൻ്റെ ഇടിപ്പ് കുറയുകയും ഹാർട്ടിൻ്റെ ആരോഗ്യം വളരെയധികം ചെയ്ത്. പിന്നെ ഡോക്ടറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് മാറ്റി വെക്കേണ്ടി വരും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അതായത് PG ഹോസ്പിറ്റലാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. PG ഹോസ്പിറ്റലാണ് എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞത്. ഇത് സർജറി കഴിഞ്ഞിട്ട് ICU കിടക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ. എൻ്റെ ആശുപത്രിവാസം 4 ദിവസത്തോളം PG ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയാം. അതായത് നമുക്കിപ്പം ഹാർട്ട് വാൽവ് ഉണ്ടല്ലോ, ബ്ലഡ് പമ്പ് ചെയ്യുന്ന വാൽവുകൾ, അതിനകത്ത് രക്തം പിന്നെ ബാഡായിട്ട് പോകുന്ന, അതായത് കൊള്ളാത്ത രക്തം പോകുന്ന വാൽവിനകത്തായിരുന്നു എനിക്ക് ഹോളുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലഡ് എൻ്റെ ശുദ്ധമായിട്ടുള്ള ബ്ലഡിനെ കട്ട പിടിപ്പിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഹാർട്ടിന് ആരോഗ്യമില്ലാതൊക്കെ വന്നതുമൊക്കെ. അപ്പോൾ ഡോക്ടർ ചെയ്ത സമയത്തും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏജ് ഓവറായിട്ടാണ് ഈ ഒരു സർജറി ചെയ്യുന്നത്, കുഞ്ഞിലേ ആയിരുന്നെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഈ ഒരു വേദന ഇപ്പോഴും എൻ്റെ ശരീരത്തുണ്ട്. എനിക്ക് നമ്മുടെ ആ ഒരു ഹാർട്ടിൻ്റെ ഭാഗത്ത് വേദനയും അതിൻ്റെ കൈകൾക്ക് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിന് സ്വാധീനക്കുറവൊക്കെ ഉണ്ട്. പിന്നെ പലരും എൻ്റെ വീഡിയോസിൻ്റെ അടി വന്ന് ചോദിക്കുന്നത്, നീ ഒരു ബ്യൂട്ടീഷ്യനായിട്ട് നിൻ്റെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ എനിക്ക് ഹാർട്ടിന് അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കണ്ണിൻ്റെ അടിയിൽ തന്നെ എൻ്റെ കാണും. കാരണം അത് പോവില്ല, അത് കുറേ കാലം നിൽക്കും. എനിക്ക് 8 വർഷത്തോളമാണ് ഫോളോ അപ്പ്, അതായത് ഡോക്ടറിൻ്റെ അടുക്കൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ടാബ്ലറ്റ് ഇന്നും ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് മറ്റേ എക്കോയും ഇതൊക്കെ എടുക്കണം. എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങളെ. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പുള്ളതും ഒക്കെ എൻ്റെ ശരീരത്തിന് ആ ഒരു ഹാർട്ടിൻ്റെത് വിലക്കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ
എൻ്റെ ആ ഒരു ഇരിക്കുന്ന ഡിവൈസ് നല്ല പൊസിഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് 6 മാസം ഇരിക്കുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കഷ്ടപ്പെടുത്തിക്കാൻ വയ്യ. എനിക്ക് നടുവിന് വയ്യാത്ത വന്നപ്പോഴും എൻ്റെ ഈ ഒരു ഹാർട്ടിൻ്റെ സർജറിക്കും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട ആ മനുഷ്യൻ. ഇനിയും എനിക്ക് ആ മനുഷ്യനെ കഷ്ടപ്പെടുത്തിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന പൈസ ഞാൻ മറ്റുള്ളവരെ പോലെ തുണിയും കുറേ മേക്കപ്പ് പ്രോഡക്റ്റുകളൊന്നും മേടിച്ചല്ല കളയുന്നത്. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്, എന്നെ വേദനിപ്പിക്കാതിരിക്കുക ദയവ് ചെയ്ത്. എനിക്ക് ഡോക്ടർ പറയുന്നത് ഡിപ്രഷൻ അടിക്കാതിരിക്കുക, കാരണം പഴയ പോലെ ഡിപ്രഷൻ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടി എൻ്റെ ശരീരം മോശമാവും. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണേ. നിങ്ങളെ ഒരു കൂടപ്പിറപ്പായി കണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കുക, അല്ലാതെ സ്നേഹിക്കാതെ എന്നെ കുറ്റപ്പെടുത്താതിരിക്കുക, ചീത്ത വിളിക്കാതിരിക്കുക ദയവ് ചെയ്ത്. എൻ്റെ വേദന കടിച്ച് പിടിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കുന്നത്. എന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരി. വന്നിട്ട് ഇത്രയൊക്കെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് മരിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ജീവിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചേ എനിക്ക് പറ്റുള്ളൂ.